കർത്താവിന്റെ വചനം പഠിക്കാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സെക്ഷൻ കർത്താവിനെ ആശ്രയിച്ച് കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ സംഘായിരിക്കുന്നത്, കർത്താവിന്റെ വചനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് മാത്രമായി പ്രാർത്ഥിക്കുന്നു. മറ്റു മുഖവരുകളൊന്നും കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരുപ്പാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നമ്മൾ 5-ാം അധ്യായം ഗിരിപ്രഭാഷണം ആണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത്. മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ കിടക്കുന്ന ഭാഗമാണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ആ ഗിരിപ്രഭാഷണത്തിന്റെ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിരുന്നത്. ആ ക്ലാസ്സുകളിൽ ഉടനീളം നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ കാണുവാനിടയായിരുന്നു ഭാഗ്യവചനങ്ങളെ കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ കണ്ടു. ഈ നീതിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് ഉപദ്രവമേ എന്ത് ചെയ്തുള്ളൂ ഉണ്ടാകുകയുള്ളൂ. അവർക്ക് നിന്ദയുണ്ടാകും, അവർക്ക് വഴിയുണ്ടാകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുവാനിടയായിരുന്നു. അപ്പോൾ നീതിയോടെ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് നിന്ദയും വഴിയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ അതിൽ എന്ത് ചെയ്യണം? സന്തോഷിക്കണം. കാരണം നിങ്ങൾക്ക് വലിയൊരു പ്രതിഫലമുണ്ട്, സ്വർഗത്തിൽ ഉണ്ട് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുവാനിടയായിരുന്നു. ഇന്ന് 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ശിഷ്യന്റെ സാമൂഹികപരമായ സ്വാധീനത്തെ പറ്റിയാണ് പറയുന്നത്. സാമൂഹികപരമായ സ്വാധീനം. ഒരു ശിഷ്യൻ എങ്ങനെയാണ് സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ദൈവരാജ്യത്തിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നതാണ്, ദൈവരാജ്യത്തിലെ അംഗങ്ങൾ നീതിയിൽ നടക്കുമ്പോൾ അവർക്കുണ്ടാകുന്നത് പീഡനം മാത്രമാണ്. പക്ഷെ ഈ പീഡനത്തിന്റെ നടുവിൽ ഈ ദൈവമക്കളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർക്ക് ആരെ സ്വാധീനിക്കാൻ കഴിയും? സമൂഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാനായിട്ട് കഴിയും. ഒരു സൈഡിൽ പീഡനമാണ് എങ്കിൽ മറു സൈഡിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമുക്ക് അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ഒരു പ്രജയ്ക്ക്, ഒരു ശിഷ്യന് സമൂഹത്തെ വളരെ വ്യക്തമായി എന്ത് ചെയ്യാൻ കഴിയും? സ്വാധീനിക്കാൻ കഴിയും. എങ്ങനെയാണ് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2 പ്രധാന കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ഒന്നാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. ആ വാക്യങ്ങളേക്ക് നിങ്ങൾ ശ്രദ്ധയിലിരിക്കണം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 13-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. 14-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ലോകത്തിന്റെ എന്താകുന്നു? വെളിച്ചമാകും. ഈ 2 കാര്യങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ സ്വാധീനിക്കാൻ കഴിയുന്നത്? സമൂഹത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നത്? സ്വാധീനിക്കാൻ കഴിയുന്നത്. ഈ ഉപ്പാകുന്നു, വെളിച്ചമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരു മെറ്റഫറിക്കൽ ഉപയോഗിച്ചിരിക്കുന്ന, പറഞ്ഞ സാദൃശ്യപരമായി എന്ത് ചെയ്തിരിക്കുകയാണ്? ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. കർത്താവ് ഇത് പറയുന്നത് പാലസ്തീനിലെ സാധാരണ കർഷകരോടാണ്. സാധാരണ കർഷകരോട് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും. അത്രമാത്രം ഒരു ശിക്ഷന് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും? സമൂഹത്തെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭാഗ്യവചനം എല്ലാം അനുസരിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സമൂഹത്തെ സ്വാധീനിക്കാനായിട്ട് കഴിയുള്ളൂ. ഭാഗ്യവചനം നമ്മൾ കണ്ടുവന്ന ആത്മാവിൽ ദരിദ്രരായവർ, 2 ദുഃഖിക്കുന്നവർ, 3 സൗമ്യതയുള്ളവർ, 4 നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ,
നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ. അപ്പോൾ ഈ ഭാഗ്യവചനങ്ങളെ അനുസരിച്ച് ജീവിക്കാൻ, ആത്മശക്തിയോടെ ജീവിക്കുന്ന ഒരുവൻ ആരായിരിക്കും സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാൻ കഴിയും. ഞാൻ അവിടെ നിന്നൊരു കാര്യം കേൾക്കാവുന്ന കേൾവിക്കാരോട് എല്ലാവരും പറയാം. നാം ഒരിക്കലും ഒരു ഐസൊലേറ്റഡ് ആയ ജീവിതം ജീവിക്കേണ്ടവരല്ല. എന്ന് പറഞ്ഞാൽ ആരുമില്ലാത്ത തനിച്ചു മാത്രം പാർക്കുന്ന സ്ഥലത്ത് പാർക്കേണ്ടവരല്ല നാം ഓരോരുത്തരും. നാം എല്ലാവരും ഈ ലോകത്തിൽ എന്ത് ചെയ്യേണ്ടവരാണ്? വസിക്കേണ്ടവരാണ്. ഈ ലോകത്തിൽ വസിക്കുമ്പോൾ നമ്മളിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ യേശുവിനെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യേശുവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷേ നമ്മളിലൂടെ ലോകം ആരെ കാണണം? യേശുവിനെ എന്ത് ചെയ്യണം? അപ്പോൾ വളരെ വ്യക്തമായി കർത്താവ് ഇതിലൂടെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ട് താമസിക്കണോ അല്ല. നമ്മൾ ഈ ലോകത്തിൽ തന്നെ എന്ത് ചെയ്യേണ്ടവരാണ്? താമസിക്കേണ്ടവരാണ്. നാം താമസിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളിലൂടെ ആരെ കാണണം? അങ്ങനെ നമ്മൾ ആരെ സ്വാധീനിക്കുന്നത്? മറ്റു മനുഷ്യരെ എന്ത് ചെയ്യുന്നത്? സ്വാധീനിക്കുന്നത്. ആ സ്വാധീനത്തെ പറ്റിയാണ് യേശു എന്ത് ചെയ്തിരിക്കുന്നത്? ഈ രണ്ടു സാദൃശ്യങ്ങളിലൂടെ മെറ്റഫറിക്കൽ ലാംഗ്വേജിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ച്, ഉപ്പ് ആകുന്നു. രണ്ട്, വെളിച്ചം ആകുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്. എന്ന് പറഞ്ഞാൽ വർത്തമാന കാലത്തിലാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ആകുമെന്നല്ല, മറിച്ചെന്താ? ആകുന്നു. അപ്പോൾ വർത്തമാന കാലത്തിൽ ഇത് പറയുമ്പോൾ എന്താണ് ഇതിന്റെ ആശയം? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊരു ജീവിത ശൈലിയാണ്. മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എന്താകണം? ഒരു ജീവിത ശൈലിയാണ്. ജീവിത ശൈലി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും എന്ത് ചെയ്യേണ്ടവരാണ്? നാം അങ്ങനെ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞിട്ട് ഒരു ദിവസം നന്നായി ജീവിച്ചിട്ട് മറ്റു 10 ദിവസം വേറെ ഇഷ്ടമുള്ളവരെ ജീവിക്കാനല്ല നമ്മെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? മറിച്ച് ഞാൻ മനസ്സിലാക്കുന്നതും ദൈവത്തിന്റെ അടിസ്ഥാനം കഴിയുന്നത് നിത്യതയിൽ നമ്മൾ എത്തുന്നത് വരെയും നമ്മൾ ആ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. ആ ജീവിതത്തിലൂടെ നമുക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? സ്വാധീനിക്കാൻ എന്ത് ചെയ്യുള്ളൂ? കഴിയുകയുള്ളൂ. അവിടാണ് നാം മറ്റുള്ളവരെ സ്വാധീനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മൾ എന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നതും ക്രിസ്തുവിന്റെ നാമം എന്ത് ചെയ്യുന്നത്? മഹത്വപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നമ്മൾ പലപ്പോഴും ഉപ്പും വെളിച്ചമാകുന്ന സൺഡേ മാത്രമാണ്. ഉപ്പും വെളിച്ചമാകുന്ന പലപ്പോഴും സൺഡേ അല്ല. ബാക്കി ദിവസങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. പക്ഷെ സൺഡേ മാത്രമല്ല നമ്മൾ ഉപ്പും വെളിച്ചവും ആകേണ്ടത്. മറിച്ച് എന്താ? ഡെയിലി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതെന്താ? ജീവിത ശൈലിയാണ്. ജീവിത ശൈലിയാണ്. ചില ശൈലികൾ നമ്മൾ അത്ര മാറ്റാൻ എന്ത് ചെയ്യുന്നില്ല, ശ്രമിച്ചിട്ടും മാറുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി എന്ത് ചെയ്തു? അത് മാറിയതുപോലെ നാം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആ ജീവിത ശൈലിയായി ഇതെന്ത് ചെയ്യണം? മാറണം എന്നുള്ളത്. ഇനി നോക്കണമേ, ആ വാക്കിലേക്ക് നമ്മൾ കടന്നു വരാം. 11-ാം വാക്യം പറയണം. എന്ന് നോക്കിയേ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം തോന്നും. ഒന്നാമത് കർത്താവ് പറയുന്നത് നിങ്ങൾ ഭൂമിയുടെ ആരാകുന്നു? ഉപ്പാകുന്നു. എന്താ കർത്താവ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിന് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ഉപ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ കൂടെ നിന്ന് എടുക്കാവുന്ന ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഉപ്പ് നല്ലത് തന്നെ. അടുത്തത്, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം. അടുത്ത വാക്യം നോക്കി. പിന്നെ നിലത്തിനും വാക്കുകളുണ്ട്. നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്ത് കേൾപ്പാൻ ചെവിയുള്ളവൻ
നമ്മൾ വായിച്ച തിരുപ്രഭാഷണം വായിച്ച ഏകദേശം ആ വാക്യത്തോട് തന്നെ സമമായ വാക്യം. പക്ഷെ ഇത് എന്ത് പറഞ്ഞിട്ട കർത്താവ് ഇത് പറയുന്നത്? അതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് കർത്താവിടെ ഉപ്പിനെ സദൃശ്യപ്പെടുത്തി പറയുന്നത് മനസ്സിലാക്കിയുള്ളൂ. 27-ാം വാക്യത്തിലെ നിങ്ങൾ നോക്കി. 27-ാം വാക്യത്തിൽ പറയാം, തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരുന്നവനും വരാത്തവനും എന്റെ ശിക്ഷനായിരിക്കാൻ. അപ്പൊ കർത്താവ് ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ശിക്ഷത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞു വരുന്നത്. ശിക്ഷത്തെ കുറിച്ചാണ്. അപ്പോൾ കർത്താവ് വളരെ വ്യക്തമായി പറയാം, തന്റെ ക്രൂശ് എടുത്ത്. ആരുടെ ക്രൂശാണ്? ഒരിക്കലും കർത്താവിന്റെ ക്രൂശ് എടുത്ത കർത്താവിന്റെ ക്രൂശ് ഓൾറെഡി കർത്താവ് എന്ത് ചെയ്തു? എടുത്തു. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ക്രൂശ് എടുത്ത് ആരെ നാം അനുഗമിക്കണം? കർത്താവിനെ എന്ത് ചെയ്യണം? അപ്പൊ 27-ാം വാക്യത്തിൽ വായിച്ച് നമ്മൾ തുടങ്ങി വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് എന്തിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്? ശിക്ഷത്തിന്റെ പരിപാടി. ഇത് പഠിപ്പിച്ച് ഇത് പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഡിംഗ് വേഴ്സ് ആണ് നമ്മൾ വായിച്ച 34-ാം വാക്യം. ഉപ്പ് നല്ലത് തന്നെ, ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നിനുണ്ട് അതിനെന്ത് ചെയ്യും? രസം. അപ്പോൾ ഇവിടെ എന്താ ഉപ്പ് സൂചിപ്പിക്കുന്നത്? ഉപ്പ് സൂചിപ്പിക്കുന്നത് ഒരു ശിഷ്യന്റെ സ്വഭാവം തന്നെയാണ്. ഒരു ശിഷ്യന്റെ. ഇനി ഈ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങൾ ആ മത്തായിയുടെ സുവിശേഷം വായിച്ചു വയ്ക്കുക. നിങ്ങൾ ആരാകുന്നു? അപ്പൊ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അതെന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദൈവരാജ്യത്തിലെ ഒരംഗത്തിന്റെ സ്വഭാവം, ഒരു ശിഷ്യന്റെ സ്വഭാവം. അപ്പൊ നമ്മുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരിക്കണം? ഉപ്പിന്റെ അതേപോലത്തെ സ്വഭാവമുള്ളതായി എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യണം? മാറണം. അതൊരു മെറ്റഫറിക്കൽ ലാംഗ്വേജിൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ഇവിടെ പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ 1-2 ചിന്തിച്ചു വേണം, എന്താ ഈ ഉപ്പിന്റെ സ്വഭാവം? നമ്മൾ ഉപ്പിന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് സ്വയത്യാഗമാണ്. ഉപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത് സ്വയത്യാഗമാണ്. ഈ സഹോദരിമാര് അനേക വീട്ടിലിരിപ്പുണ്ട്. കറിയെല്ലാം വെക്കുമ്പോൾ കറിക്കകത്ത് എന്തിടും? ഉപ്പിടും. നിങ്ങൾ ഉപ്പിടുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഈ ഉപ്പ് എന്ത് ചെയ്യണം? അതിനകത്ത് മൊത്തത്തിൽ അലിഞ്ഞ് ചേർന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? രുചിയും കാണത്തില്ല. അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് കട്ട പിടിച്ച് കടന്നാൽ ആ ഭാഗം കഴിയുമ്പോൾ എന്ത് ചെയ്യും? കഴിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നമ്മൾ കറിക്കകത്ത് ഉപ്പിടുമ്പോഴേ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ കറിക്കകത്ത് ഉപ്പ് എന്ത് ചെയ്യണം? സ്വയം എന്ത് ചെയ്യണം? അലിഞ്ഞ് എന്ത് ചെയ്യണം? ചേരണം. അങ്ങനെ അലിഞ്ഞ് ചേർന്നെങ്കിൽ മാത്രമേ ആ കറിക്ക് എന്തുണ്ടാകുന്നു. അപ്പോൾ ഉപ്പ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? സ്വയമായിട്ട് എന്ത് ചെയ്യുക? സ്വയത്യാഗം എന്ത് ചെയ്യുക? അങ്ങനെ സ്വയത്യാഗം ചെയ്തില്ല എങ്കിൽ ആ കറിക്ക് എന്തുണ്ടാകത്തില്ല? രുചി എന്ത് ചെയ്തില്ല? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതുപോലെ ആകണം ആരുടെ ജീവിതം? ഒരു ശിഷ്യന്റെ. നാം സ്വയം എന്ത് ചെയ്യുക? നാം ത്യാഗമുള്ളവരായി മാറുക. സ്വയത്യാഗം നമ്മൾ എന്ത് ചെയ്യുക? ആ സ്വയത്യാഗം നമ്മൾ ഉണ്ടാകുമ്പോൾ നാം ഈ ലോകത്തിന് എന്തായി മാറും? ഒരു ടേസ്റ്റ് ഉള്ളതായി എന്ത് ചെയ്യും? അതാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചത്, തന്റെ ക്രൂശ് എടുത്ത് കൊണ്ട് എന്റെ പിന്നാലെ വരാത്ത ആരും എന്ത് ചെയ്തില്ല എന്റെ ശിഷ്യനാകാൻ. അപ്പൊ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാം എന്ത് ചെയ്യണം? സ്വയത്യാഗം എന്ത് ചെയ്യണം? പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമുക്ക് പലപ്പോഴും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഇപ്പോഴും ദൈവ ജനങ്ങളുടെ ഇടയിൽ നിന്ന് മുഴുവനായിട്ട് എന്ത് ചെയ്തു? മാറിപ്പോയി. കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? മാറി. ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം എന്നൊരു കോൺസെപ്റ്റിലേക്ക് നമ്മളെല്ലാം എന്ത് ചെയ്തു? വന്നു.
ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു വാക്യം വളരെ പ്രസക്തമാണ്. ഒരു ശിക്ഷനെ പറ്റി ഏറ്റവും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം എങ്ങനെയുള്ളവരായി മാറണം, സ്വയത്യാഗമുള്ളവരായി എന്ത് ചെയ്യണം, മാറണം. എല്ലാറ്റിനും കർത്തൃത്വം ആർക്ക് കൊടുക്കണം? കർത്താവിന് എന്ത് ചെയ്യണം? അതാ ഉറുപ്പിന്റെ സ്വഭാവം. എല്ലാറ്റിന്റെയും കർത്തൃത്വം ആർക്കാം? കർത്താവിനാ. നമ്മളിലൂടെ മറ്റുള്ളവർ ആരെ കാണുകയാണ്? കർത്താവിനെ എന്ത് ചെയ്യുക? അപ്പൊ നമ്മളിലൂടെ കർത്താവിനെ മറ്റുള്ളവർ കാണാൻ കഴിയുന്നില്ലെങ്കിൽ നാം യഥാർത്ഥ ശിഷ്യനാണോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നാം തന്നെത്താനെ ശൂന്യമായി എന്ത് ചെയ്യുക? ആർക്ക് വേണ്ടി? കർത്താവിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി നാം തന്നെ എന്ത് ചെയ്യുക? ഞാനിത് പറയുമ്പോൾ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഫിലിപ്പിയർ ലേഖനം 2:7-8 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെത്താനെ എന്ത് ചെയ്തു? ദൈവമക്കളെ, ആ ത്യാഗമാണ് ഇന്നിങ്ങനെ ദൈവവചനമായിട്ട് നമുക്ക് പിടിക്കാൻ കഴിയുന്നത്. കർത്താവിന്റെ ആ ത്യാഗം. ദൈവമായിരുന്നവൻ ആരെയും മാറി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ എന്ത് ചെയ്തു? യേശുവിന്റെ സ്വയത്യാഗമാണ്. ആ ത്യാഗമാണ് നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇനി കർത്താവിന്റെ വചനം പോലും പഠിക്കാൻ നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നത്? അതുപോലെ ഓരോ ശിഷ്യന്റെ ജീവിതത്തിൽ വരേണ്ട ഒന്നാമത്തെ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യണം? സ്വയത്യാഗം എന്ത് ചെയ്യണം? സ്വയത്യാഗമാകുമ്പോൾ ഓട്ടോമാറ്റിക് നടക്കുന്ന ഒരു കാര്യമുണ്ട്. നാം മറ്റുള്ളവർക്ക് എന്തായി മാറും? നാം അനുഗ്രഹമായി എന്ത് ചെയ്യും? നാം മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാൻ എന്ത് ചെയ്യും? പലപ്പോഴും പബ്ലിക്കിൽ നമ്മൾ പറയുന്നതിനകത്ത് തെറ്റില്ല. പലപ്പോഴും ദൈവവചനത്തിന്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് തടസ്സമായി നിൽക്കുന്നത് പോലും ദൈവമക്കളാകാറുണ്ട്. സാക്ഷ്യങ്ങൾ നഷ്ടപ്പെടുക, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. അവിടെ സംഭവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിന് പോലും എന്ത് ചെയ്യുക? കോട്ടം എന്ത് ചെയ്യുക? ദൈവരാജ്യത്തിന് എന്ത് ചെയ്യുക? കോട്ടം വരിക. ഈ ഒരു കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രസക്തമാണ് ദൈവമക്കൾ പറയുന്നത്. യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്വയമായി എന്ത് ചെയ്യണം? ത്യാഗ മനോഭാവമുള്ളവർ. ഒരു ഉപ്പ് സ്വയമായി അലിഞ്ഞു ചേരുന്നത് പോലെ ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ എന്തുണ്ടാകും? പക്ഷെ പലപ്പോഴും അത് എന്ത് ചെയ്യാറില്ല. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മുടെ കംഫർട്ട് സോണൊന്നും വിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ഒരിക്കലും അത് വിട്ടിരിക്കും നമ്മൾ എന്ത് ചെയ്തില്ല. അത് മാത്രമല്ല, പലപ്പോഴും നമ്മുടേത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തുള്ളൂ, നമ്മുടേത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നതിന്റെ അർത്ഥം. പലപ്പോഴും അങ്ങനൊരു ചിന്തകളോട് നമ്മളൊക്കെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പോലും എന്ത് ചെയ്തില്ല, കഴിയത്തില്ല. സ്വാർത്ഥതകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ, ആ വാക്ക് ഉപയോഗിക്കുന്ന ശരിയാണെന്നില്ല, അവനവനിസം വരുന്ന വർദ്ധിക്കുന്ന ഒരു കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം എങ്ങനെയുള്ളതായി മാറണം. നാം സ്വയത്യാഗം. ലോകത്തിൽ നാം ഭൂമിയുടെ ആരായി മാറണം. അപ്പൊ ഉപ്പിന്റെ ഒന്നാമത്തെ സ്വഭാവം എന്താ? സ്വയത്യാഗം, സെൽഫ് ഡിനയലാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഉപ്പിന്റെ രണ്ടാമത്തെ സ്വഭാവം എന്താണ്? സംരക്ഷണം, ശുദ്ധീകരണം. ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നത് ഉപ്പ്, അല്ലേ? ഒരു വസ്തുവിനെ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നത് ഉപ്പിട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ അതേ വസ്തുവിനെ തന്നെ നമുക്ക് നന്നായി ശുദ്ധീകരിക്കാൻ എന്താ ചെയ്യുന്നത്? ഉപ്പിട്ട് എന്ത് ചെയ്യാറുണ്ട് നമ്മൾ കാണാൻ കഴിയും. ഇനി ഞാൻ എന്റെ ഒരു ആശയം ഇവിടെ പറയാം, നിങ്ങൾ നോക്കണേ. ഇവിടെ പറയുന്ന വാക്യം നോക്കിക്കേ, ആ മത്തായിയുടെ സുവിശേഷത്തിൽ വന്നിരിക്കുക 1-ാം വാക്യം. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. അതിനു മുമ്പ് പറയുക, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യന് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നില്ല. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് ഉപ്പിന്റെ സ്വഭാവം പറഞ്ഞാൽ, ഉപ്പ് എന്താ, എന്തിനാ ഉപയോഗിക്കാൻ? ഒന്ന്, സംരക്ഷണം ഉപയോഗിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ എന്റെ ഒരു ആശയം ഇവിടെ പറയുക, ഈ ലോകം ഒരു വലിയ
മാംസ കഷ്ണമായിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഈ ലോകത്തിലുള്ള ജനം മുഴുവനും അല്ലെങ്കിൽ ലോകത്തെ മുഴുവനും ഒരു മാംസ കഷ്ണമായിട്ട് എന്ത് ചെയ്യാം. ഈ മാംസ കഷ്ണത്തിന്റെ മുകളിൽ ഉപ്പ് തേച്ചിട്ടില്ല എന്ന് സംഭവിക്കുന്നത് എന്താ? അത് മാത്രമല്ല, അതിനെന്ത് സംഭവിക്കും? നാറ്റം. ഇത് നിങ്ങൾ നോക്കി, ഈ ലോകം ഒരു മാംസ കഷ്ണമാണെങ്കിൽ അതിനെ പൊതിയുന്ന ഉപ്പാര. നിങ്ങൾ ആശയം മനസ്സിലായി? അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്തത്. ഈ ലോകത്തെ പൊതിയുന്ന, സംരക്ഷിക്കുന്ന, പ്യൂരിഫൈ ചെയ്യുന്ന, ശുദ്ധീകരണം ചെയ്യുന്ന ഉപ്പായിട്ടാണ് കർത്താവ് ആരാക്കിയിരിക്കുന്നത്. അപ്പൊ ഉപ്പ് അതിന്റെ പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ ഇത് കറക്റ്റായി പോകും. ഇത് വാഴയെടുക്കും. ഇത് മുഴുവനായിട്ട് എന്ത് ചെയ്യും? നശിക്കും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങളെ ലോകത്തിൽ ദൈവത്തിലാക്കിയിരിക്കുന്നത് ഇത് കറക്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയാണ്, ഇത് നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഇത് എന്നത്തേക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയാണ്? നിലനിൽക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ദൈവം നമ്മെ ചിതറിച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എങ്ങനെ ജീവിക്കാനല്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്ന വിശ്വസിക്കുക. എങ്ങനെ ജീവിക്കാൻ അല്ല, മറിച്ച് നമ്മെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ നാം എന്തായി നിൽക്കണം? ഒരു ഉപ്പിന്റെ സ്വഭാവത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ പ്യൂരിഫൈങ് ഏജന്റായി മാറണം, അവരെ ശുദ്ധീകരിക്കുന്നതായി മാറണം. ആ മാംസ കഷ്ണം എന്ന് പറയുന്നത് ലോകം ഒരിക്കലും നശിക്കാതെ കാക്കേണ്ട സ്വഭാവം ആ ഉത്തരവാദിത്തം ആർക്കുള്ളതാണ്? ഈ കറപ്റ്റഡായ വേൾഡിൽ കർത്താവിനെ നന്നായി മറ്റുള്ളവർ പറയാൻ വേറെ ഒരു മാർഗവും വേണ്ട. ഏറ്റവും നല്ല മാർഗം നമ്മുടെ ജീവിതം. ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുവന്റെ ജീവിതം റെഡിയാണ് എങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ സുവിശേഷ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിനുപരിയായി സംഭവിക്കാൻ കഴിയുന്നത് നിങ്ങൾക്ക് അവരെ എന്ത് ചെയ്യാൻ കഴിയും? സ്വാധീനിക്കാൻ എന്ത് ചെയ്യും കഴിയും. അതുകൊണ്ട് രണ്ട് പ്രധാന സ്വഭാവങ്ങൾ ഉപ്പിനുണ്ട്. ഉപ്പിന്റെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് എന്ത് ചെയ്യാം? സ്വയത്യാഗമുള്ളവരായി എന്ത് ചെയ്യാം? മാറുക. രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ഉപ്പ് ശുദ്ധീകരണത്തിനും സംരക്ഷണത്തിനും എന്ത് ചെയ്യാം? ഇതേ സ്വഭാവം ആരുടെ ജീവിതത്തിൽ ഉണ്ടാകണം? ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന്റെ അംഗങ്ങളായ ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? ഉണ്ടാകണം. നമ്മൾ ഈ ദൈവത്തിനൊക്കെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മെ ദേശത്തിന്റെ നാനാഭാഗങ്ങളിൽ ആക്കിയിരിക്കുന്നതിൽ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള കാര്യം നാം എന്ത് ചെയ്യരുത്? മറന്നു പോകരുത്. എങ്ങനെയും ജീവിക്കാനോ രാവിലെ എഴുന്നേൽക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് പോയി മടങ്ങി വന്നൊരു ജീവിതം ജീവിക്കാൻ മാത്രമല്ല ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? ആക്കിയിരിക്കുന്നത്. മറിച്ച് നാം ആയിരുന്ന മേഖലകളിൽ നാം ദൈവത്തെ എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കുന്നവരെ നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ സ്വഭാവത്തിലൂടെ നാം എന്ത് ചെയ്യണം? ദൈവത്തെ എന്ത് ചെയ്യണം? പ്രദർശിപ്പിക്കുന്നവരായി നാം എന്ത് ചെയ്യണം? മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ, നമ്മെ ഓരോരുത്തരെയും കാണുമ്പോൾ അവർക്ക് പറയാൻ കഴിയുമോ അവരിൽ ക്രിസ്തുവുണ്ട്? മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്ക് പറയാൻ കഴിയും യഥാർത്ഥത്തിൽ ഇവൻ ദൈവവേദനാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അതിന് വളരെ വ്യക്തമായ കാര്യമുണ്ട്. കർത്താവ് നമ്മളിലൂടെ മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ കഴിയും? സ്വാധീനിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? അപ്പോൾ കർത്താവ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഈ മെറ്റഫറിക്കൽ ലാംഗ്വേജിലാണ് അവിടെ പറയുക, നിങ്ങൾ ആരാകുന്നു? നിങ്ങൾ ഭൂമിയുടെ എന്താകുന്നു? ഉപ്പാകുന്നു. നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി ശ്രദ്ധിക്കണമേ, ഇത് നിങ്ങൾ അങ്ങനെ ഉപ്പാകാൻ കഴിയുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും വേദനകരമായ കാര്യം 13-ന്റെ 2-ാം ഭാഗം നോക്കി അവിടെ പറയുക, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് ശ്രദ്ധിച്ചോ, അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, പുറത്ത് കളഞ്ഞിട്ട്
മനുഷ്യൻ മറ്റൊന്നിനും വാചകം ക്ഷമിക്കണം. ചുമ്മായിട്ട് തട്ടുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി എന്താണ്? ചുമ്മായിട്ട് തട്ടുന്നതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലായോ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റുള്ള മുൻപിൽ കത്താൻ ഒരു ലോകത്തിന് മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഉപ്പാകാൻ മനുഷ്യന് ചവിട്ടുവാൻ അല്ലാതെ ഗ്ലൂക്കോസ് കുറച്ചും കൂടെ ചേർത്താ പറയുന്നത്. നിലത്തിന് കൊള്ളത്തില്ല, വളത്തിന് ചെയ്തു. വളമായിട്ട് പോലും നിലത്തിനും എന്ത് ചെയ്തില്ല, വളത്തിനും കൊള്ളത്തില്ല. പിന്നെ ഒറ്റ കാര്യത്തിന് വളത്തിന് എന്ത് എഴുതിയ ഇട്ട് ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ചേ, ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും എന്ത് ചെയ്യുന്നില്ല, മറ്റൊന്നിനും എന്ത് ചെയ്യില്ല, കൊള്ളിക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചു, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സം എന്തെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ദൈവമക്കൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് കർത്താവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഞാൻ ഒരു വാക്കൂടെ ചേർത്ത് തന്നെ പറയട്ടെ. കർത്താവിനെ നമുക്ക് ആരാധിക്കണം, നമ്മുടെ വായുകളിൽ സ്തുതി വേണം. കർത്താവ് നമുക്ക് അന്യഭാഷകൾ തന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷ ദൈവത്തെ ആരാധിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിലെല്ലാം ഉപരി ഒരു ജീവിതം അങ്ങൊരു ജീവിതം നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആരെ പ്രദർശിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരെ ചെയ്യുന്നത്. അതിന് നമുക്ക് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥന, ഈ ബൈബിൾ ക്ലാസ് നമുക്കൊരു മാനസാന്തരമായി കർത്താവിനോട് നമുക്ക് പറയാനും ക്ഷമയോദിക്കാനും ഒക്കെ ഒരു സമയമായി മാറുന്നു. കർത്താവേ, എന്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തായി മാറണം, അനുഗ്രഹമായി തീരണം. ഞാൻ യഥാർത്ഥത്തിൽ എന്തായി മാറണം, ഒരു ഉപ്പായി മാറാനുള്ള കൃപ എനിക്ക് എന്ത് ചെയ്യണം. നമ്മൾ കുറെ കാര്യം കേട്ടിട്ട് പോകുന്നതിനല്ല നല്ല കാര്യം. കുറെ കാര്യങ്ങൾ ഇൻഫോർമേറ്റീവായ കുറെ കാര്യങ്ങൾ നാം കേൾക്കുകയും നിങ്ങളൊക്കെ എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിലൂടെ മാത്രമല്ല കാര്യം. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഏറ്റവും അപ്പൊ ഒന്നാമത്തെ കാര്യം കർത്താവ് പറയുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരാ? ലോകത്തിന്റെ ആരാ? വെളിച്ചമാകും. ഇനി ഞാൻ നിങ്ങൾ ചില വാക്യങ്ങളൊന്നും നിങ്ങൾ എടുക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുക. ആരും ഒരാൾ വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം എന്ന് വായിച്ച യോഹന്നാന്റെ സുവിശേഷം 8:12 വായിച്ചു നോക്കി. യോഹന്നാൻ 8:12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. മതി, നന്നായി. ബൈബിൾ എല്ലാവരും തുറന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ ബൈബിളും തുറന്ന് വിചാരിക്കും. നിങ്ങൾ വാക്യം നോക്കി യോഹന്നാൻ 8:12 അവിടെ പറയാം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ ആരാ ലോകത്തെ വിളിച്ചത് പറഞ്ഞു? മത്തായിയുടെ സുവിശേഷം നമ്മൾ എന്താ വായിച്ചേ? നിങ്ങൾ. ഇവിടെ യേശു എന്താ പറയുന്നത്? കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ? യോഹന്നാൻ പറയുന്നത് അന്നത് കടന്ന് യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. എന്നാൽ മത്തായിയുടെ സുവിശേഷം നിങ്ങൾ ആരാകുന്നു? സങ്കീർത്തനങ്ങളിലേക്ക് വന്നേ. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു എനിക്ക്. 119-105. 119-105. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. നിന്റെ വചനം
എന്റെ കാലിന് എന്റെ പാതയ്ക്ക് ഇവിടെ വിളിച്ച വരാൻ. അടുത്ത വായിച്ചു 1 യോഹന്നാൻ ലേഖനം 1-5 വാക്യം വായിച്ചു. 1 യോഹന്നാൻ ലേഖനം 1-5 വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം അപ്പൊ ഈ 3 വാക്യങ്ങളിലൂടെ നമ്മൾ വായിച്ചാൽ ഒരു കാര്യം യാഥാർത്ഥ്യമായി അവിടെയൊക്കെ പറയുന്നത് ആരാ വെളിച്ചം? യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ ലേഖനം പറയുകയാണ് ദൈവം ലോകത്തിന്റെ. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന കഥമാണ് എന്ന് പറയുന്നത്. പക്ഷെ മത്തായി പറയുകയാണ് നിങ്ങളാണ്. ഇത് രണ്ടും ശരിയാണ്. അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ മടങ്ങണം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ മടങ്ങണം. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ ലോകത്തിന്റെ അപ്പൊ എന്തേ പറഞ്ഞതിന്റെ അർത്ഥം? പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കർത്താവ് ലോകത്തിലായിരുന്ന സമയത്ത് കർത്താവ് ആരായിരുന്നു? ഇപ്പൊ അതാണ്. മനസ്സിലായില്ല? യേശു കർത്താവ് ഈ ഐക്യ ലോകത്തിൽ ഇവിടെ ആയിരുന്ന സമയങ്ങളിൽ പറഞ്ഞ കർത്താവ് ആരായിരുന്നു? ലോകത്തിന്റെ. ഇപ്പൊ നാമാണ് ഈ ലോകത്തിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും അറിയാം. ഭൂമിയിൽ സഭയാണ് യേശുവിന്റെ വെളിച്ചത്തെ എന്ത് ചെയ്യേണ്ടത്? റിഫ്ലക്ട് ചെയ്യേണ്ടത്. ഭൂമിയിൽ ആരാ? സഭയാ. ദൈവം നമ്മെ വിളിച്ചതിന്റെ ഉദ്ദേശം എന്താ? ആ യേശുവിന്റെ ലൈറ്റ് നമ്മളിലൂടെ എന്ത് ചെയ്യണം? നമ്മെ അതിലാക്കിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. യേശുവിന്റെ വെളിച്ചം ആരിലൂടെ കാണുന്നത്? ഈ സഭയിലൂടെ, നമ്മളിലൂടെ. അത് റിഫ്ലക്ട് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും യേശുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല. എന്താ ഈ വെളിച്ചം നമ്മൾ പഠിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം നമുക്ക് പഠിക്കുമ്പോൾ, ഞാൻ എടുക്കണ്ട, ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ കഴിയും, അത് യേശു ക്രിസ്തുവിന്റെ ഒരു സ്വഭാവ ഗുണത്തെ എന്ത് ചെയ്യുക? കാണിക്കുക. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവ ഗുണമാണ് യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യാം? പ്രതിഷ്ഠിക്കുക. വെളിച്ചമാകുന്ന യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ എന്ത് ചെയ്യാം? നമ്മൾ 2 കാര്യങ്ങളുടെ കഥ പറഞ്ഞു. 13-ാം വാക്യത്തിൽ പറയും നിങ്ങൾ ഭൂമിയുടെ എന്താകുന്നു? രണ്ടാമത്തെ കാര്യം നിങ്ങൾ ലോകത്തിന്റെ എന്താകുന്നു? എന്താ ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത നിങ്ങൾ നോക്കി. ഉപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്ന വളരെ സ്ലോലിയാണ്, അല്ലെ? വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്. എന്നാൽ ലൈറ്റോ വ്യത്യാസം മനസ്സിലായോ? ഉപ്പ് വളരെ എന്ത് ചെയ്യുക? വളരെ വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്. നിങ്ങൾ നോക്കിയ പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ സാധനം വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുന്നത്. അത് ഒരു ശിക്ഷന്റെ നേച്ചർ, സ്വഭാവത്തെ എന്ത് ചെയ്യുക. എന്നാൽ ലൈറ്റിനെ നിങ്ങൾ നോക്കിയേ, കുറെ കൂടെ വളരെ സ്പീഡിൽ എന്ത് ചെയ്യുന്നത്. ലൈറ്റ് എന്ത് ചെയ്യുന്നത്. ഇതെന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പഠിപ്പീരുകൾ, നമ്മുടെ ദിവ്യമായ സ്വഭാവം, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത് ഇത് വേഗത്തിൽ എന്ത് ചെയ്യും. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ പഠിപ്പീരുകൾ, നമ്മുടെ സ്വഭാവങ്ങൾ ഇത് വേഗത്തിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും. എന്നാൽ മറ്റേതോ വളരെ പതുക്കെ എന്ത് ചെയ്യുക. 2 രീതിയിൽ കർത്താവ് പറയുക, നിങ്ങൾ ആരാകുന്നു? ലോകത്തിന്റെ ഉപ്പാകുന്നു, ലോകത്തിന്റെ എന്താകുന്നു എന്ന് പറഞ്ഞാൽ നാം ആണ് ലോകത്തിന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ നമ്മെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ ആരെ കാണാൻ.
അത് വേഗത്തിൽ നമ്മുടെ പ്രസംഗങ്ങളുടെ പോകും, നമ്മുടെ പഠിപ്പിലുള്ള പോകും, നമ്മുടെ സ്വഭാവങ്ങളുടെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ പ്രസംഗങ്ങൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ പഠിപ്പീരുകൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ ജീവിതം എന്തിന്റെ അടിസ്ഥാനത്തിലാകണം? അതുകൊണ്ടാണ് ലേഖനം നമ്മൾ പറഞ്ഞൊരു കാര്യം, ഉപദേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? നാം ക്രിസ്തുവിൽ പക്വതയുള്ളവരെ മാറണം. കാരണം ആ വാക്കുകൾ വേഗത്തിൽ എന്ത് ചെയ്യുക? ആ പഠിപ്പീരുകൾ വേഗത്തിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുക? സ്വാധീനിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് കർത്താവ് പറയുക, നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെ സ്വാധീനിക്കാൻ കഴിയും? സമൂഹത്തെ എന്ത് ചെയ്യാൻ കഴിയും? ശ്രദ്ധിച്ചേ, എന്നെ ശ്രദ്ധിച്ചേ. നിങ്ങൾ നീതിയോടെ ജീവിക്കുന്നത്, കർത്താവിന് വേണ്ടി ശക്തിയോടെ ആത്മാവിന്റെ ബലത്തോടെ നീതിയോടെ നിൽക്കുക. കിട്ടുന്ന മൊത്തം എന്താ? നിന്ദയും പീഡനവും പരിഹാസവും നിങ്ങളുടെ ജീവിതത്തിൽ ദുഷ്ടതയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുക. പക്ഷേ നിന്റെ മറുപടി ഒരു കാര്യം നടക്കുന്നുണ്ട്, നിങ്ങൾ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? സ്വാധീനിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിൽ നിങ്ങൾ സൗരവാസനയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിക്കുക, നിങ്ങൾ സന്തോഷിക്കണം, കാരണം നിങ്ങളുടെ പ്രതിഫലം എന്താ? സ്വർഗത്തിൽ വളരെയുണ്ട്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നിന്നയുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പണിയുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം ഓർക്കണം, നീതി വിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. നീതി വിട്ട് പോകാതെ ഇരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ സ്വഭാവത്തിലുള്ള മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടാൻ എന്ത് ചെയ്യും? വളരെ വ്യക്തമായി ഇവിടെ കേൾക്കാം. എന്ന് നോക്കി 15-16 വാക്യം നോക്കി, ഇവിടെ പറയുന്ന അടുത്ത സെന്റൻസ് ആണ്, വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേലത്രേ, അപ്പോൾ അതെന്ത് ചെയ്യും? വീട്ടിലെല്ലാവർക്കും. ഇനി 16 വാക്യം വളരെ ശ്രദ്ധയോടെ എല്ലാവരും വായിക്കണം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ. ഞാൻ ഇത്രയും നേരം പറഞ്ഞതിന്റെ കൺക്ലൂഷൻ, നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ. അപ്പോൾ നമ്മുടെ സ്വഭാവം ആരുടെ മുന്നിൽ പ്രകാശിക്കുന്നു? ഈ ലോകത്തിന് മുന്നിലാണ്. നമ്മളിലുള്ള ക്രിസ്തുവിന്റെ വെളിച്ചം ആരിൽ പ്രകാശിക്കണം? നമ്മളെ കാണുന്നവർ ആരെ കാണണം? അത് നമ്മളെ കാണുന്നവർ മറ്റൊരിതാണ് പറയുന്നത്. ശാന്തമായി മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ എങ്ങനെ അവർക്ക് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായം? ക്രിസ്തീയ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ജീവിത വിശുദ്ധിക്ക് ഏറ്റവും പ്രാധാന്യം ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം. ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്? അത് കാപട്യമില്ലാത്ത ഒരു ജീവിതത്തേക്ക് എന്ത് ചെയ്യുന്നു? വളരെ വ്യക്തമായി വരച്ചെത്തിയിരിക്കുക, കാട്ടിയിരിക്കുക. ഇനി നിങ്ങൾ ആ 15-ാം വാക്യത്തിൽ കാണുന്നത് പോലെ വിളക്ക് കത്തിച്ച് എല്ലാവർക്കും എന്ത് ചെയ്യും? എങ്ങനെയാണ് ഈ വെളിച്ചം മറയപ്പെടുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ആ ഭാഗം നോക്കിയാൽ 2-3 കാര്യങ്ങൾ ഞാൻ പോയിന്റ് അടുത്ത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, പാപം നിമിത്തം എന്ത് ചെയ്യും? വെളിച്ചം ചെയ്യും മറയപ്പെടും. ഇല്ലേ? ആണല്ലോ. നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ പിന്നെ വെളിച്ചം എന്ത് ചെയ്തില്ല? നമ്മൾ വസിക്കുന്നില്ല. അപ്പൊ ഒന്ന്,
പാപനിമിത്തം. രണ്ടാമത്തെ കാര്യം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, മനുഷ്യന്റെ ഉള്ളിലകത്ത് പേടിയുണ്ട്. ആ പേടി എന്നാ അറിയോ? ഇങ്ങനെ ഞാൻ പഠിപ്പിച്ചാൽ അവരെന്നെ കുറിച്ച് എന്ത്, ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചാൽ അവരെന്നെ കുറിച്ച്, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഞാൻ പലതിനെ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ സംഭവിക്കുന്നത് യഥാർത്ഥമായ സത്യം എന്ത് ചെയ്യത്തില്ല, അത് എന്ത് ചെയ്യാം? നിങ്ങൾ മനസ്സിലാവുന്ന വിശ്വസിക്കുക. ഫിയർ ഓഫ് ഒഫൻഡിങ് പീപ്പിൾ. ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചാൽ എന്താണ് അവരെന്നെ കുറിച്ച്, ഈ ഒരു ഭയം എന്ത് ചെയ്യും? പലതും മറയ്ക്കുക, പലതിനെ ഒതുക്കുക. പാപം കൊണ്ട് എന്ത് ചെയ്യാം? വെളിച്ചം എന്ത് ചെയ്യാം? രണ്ടാമത് ഇങ്ങനെ ഭയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടാണ് നീതി എന്ന പദത്തിന് വളരെ പ്രാധാന്യം. എന്താ നീതി? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്തെന്ന് അറിഞ്ഞ് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അത് പാപം ചെയ്യുന്നതല്ല, അത് മനുഷ്യനെ ഭയക്കുന്നതല്ല. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വിളിച്ച് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യും? അപ്പോൾ 13 മുതൽ ഉള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങൾ. നിങ്ങൾ ആരൊക്കെയാണ്? നിങ്ങൾ ലോകത്തിൽ, നിങ്ങൾ ഭൂമിയുടെ, 2 നിങ്ങൾ ലോകത്തിന്റെ. ഉപ്പ് കാരമില്ലാതെ പോയാൽ ഒന്നിനും പിന്നെ ചവിട്ടാൻ. വെളിച്ചം ഒരിക്കലും എന്ത് ചെയ്യരുത്? മറയരുത്. ഒരിക്കലും എന്ത് ചെയ്യരുത്? മറയരുത്. അത് പ്രകാശമായി എന്ത് ചെയ്യണം? വീട്ടിലുള്ളവർക്ക് മുഴുവൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ സമൂഹത്തിലുള്ള മുഴുവൻ എന്ത് ചെയ്യണം? പ്രകാശപ്രദമാകണം. ഞാനൊരു വാക്ക് പറഞ്ഞത് ആ ഭാഗം അവസാനിപ്പിക്കും. ഇന്ന് ലോകത്തിൽ, ആത്മീയ ലോകത്തിൽ ആത്മീയ മൂല്യച്ചുതി സംഭവിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിനകത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തിന്റെ ആത്മ വിളിച്ചുണർത്തി ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവമക്കൾ മടങ്ങി വരേണ്ട സമയം ആസന്നമാണ്. ജീവിതം കൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിക്കേണ്ടതും, ജീവിതം കൊണ്ട് കർത്താവിനെ സ്തുതിക്കേണ്ടതും, ജീവിതം കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് നാം മടങ്ങി വരേണ്ട ഒരു സമയം ആസന്നമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വർഷങ്ങൾ മുൻപോട്ട് പോകുന്നതും ആത്മീയ മൂലച്ചുതിയല്ല സംഭവിക്കേണ്ടത്, മറിച്ച് നാം മുപ്പായും നാം വെളിച്ചമായും ദിനംതോറും നാം എന്ത് ചെയ്യണം? മാറും. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് നമ്മൾ പറയുന്നത്, കർത്താവേ, അങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ എന്നെ ഇടയാക്കണമേ, സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ 2 കാര്യങ്ങൾ പറയും. നിങ്ങൾ ആരാകും ഒന്നര ചേർന്ന് പറഞ്ഞ്, ഭൂമിയുടെ, 2 ലോകത്തിന്റെ. കർത്താവ് പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഒരു ശിഷ്യന്റെ ആന്തരികമായ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റം, മനോഭാവമുണ്ട്. അത് കഷ്ടത ഉണ്ടാകാം, പീഡനമുണ്ടാകാം, പക്ഷെ അതിന്റെ നടുവിൽ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? സ്വാധീനിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ആ വാക്യങ്ങളിൽ നമുക്ക് കാണുന്നതായിട്ട് കഴിയും. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ വേഗത്തിരിക്കാം. 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, ഈ വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശിഷ്യന്റെ ആന്തരികമായ നീതിയെ പറ്റിയാണ് പറയുന്നത്. ഒരു ശിഷ്യന്റെ ആന്തരികമായ നീതിയെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് 20ാമത്തെ വാക്യം പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അതായത് ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്ന വാക്യമാണ് 20ാമത്തെ വാക്യം. 20ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അറിയാവുന്നവർ കാണാതറിയാവുന്നവർ ചേർന്ന് പറഞ്ഞ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല. എവിടെ കിടക്കുകയില്ല? എന്നാൽ എന്തോ മിസ്സായിട്ടുണ്ടല്ലോ. നിങ്ങൾ
സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യില്ല. ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം, താക്കോൽ പദം. നിങ്ങൾ നോക്കി, ഈ നീതി എന്ന പദം വീണ്ടും വീണ്ടും എന്ത് ചെയ്യുക, ആവർത്തിക്കുക അല്ലെ. 5-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടത് 6-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, 10-ാം വാക്യത്തിൽ കണ്ടു, 20-ാം വാക്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നീതിയെ പറ്റി എന്ത് ചെയ്യുന്നു. അപ്പോൾ അത് ആവർത്തിക്കുന്ന അനുസരിച്ച് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിന്റെ പ്രാധാന്യം എന്തെന്ന് ഉണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 5-ാം അധ്യായം അതിന്റെ 17 മുതൽ 48 വരെ ഞാൻ പറഞ്ഞു ഒരു ശിക്ഷന്റെ ആന്തരിക നീതിയാണ്. എന്നാൽ നമ്മൾ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായും രണ്ടായിട്ട് നമുക്ക് തരംതിരിച്ച് പഠിക്കാൻ കഴിയും. 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, 17ഉം 18ഉം വാക്യം എന്ന് പറയുന്നത് യേശുവും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി എന്ത് ചെയ്യുക, പറയുക. 17, 18 വാക്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുന്നവർ വളരെ വ്യക്തമായി എഴുതിയെടുക്കുക. 17, 18 വാക്യങ്ങൾ പറയുന്നത് യേശുവും ന്യായപ്രമാണവും തമ്മിലുള്ള ബന്ധം, ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം. 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ശിഷ്യനും ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം. ഈ രണ്ട് ബന്ധങ്ങളാണ് നമുക്ക് ഈ 4 വാക്യങ്ങൾ കാണുന്നത്. 17 മുതൽ 18 വാക്യങ്ങൾ യേശുവും ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം. 19, 20 വാക്യങ്ങളിൽ ഒരു ശിഷ്യൻ അല്ലെങ്കിൽ വിശ്വാസിയും ന്യായപ്രമാണം തമ്മിലുള്ള ബന്ധം. 17-ാം വാക്യത്തിൽ നമ്മുടെ ശ്രദ്ധ തിരിക്കുക. 17-ാം വാക്യത്തിൽ പറയും, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന്. നീക്കുവാനല്ല, മറിച്ച് എന്താ, നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. ഈ 17-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചിന്ത എന്ത് ചെയ്യുക, യേശു തിരുത്തുക. അവിടെ ഒരു വാക്യം നോക്കി, ന്യായപ്രമാണവും പ്രവാചകൻ ന്യായപ്രമാണത്തെയോ എന്ന് പറഞ്ഞ വാക്ക്, ന്യായപ്രമാണം പ്രവാചകൻ എന്താ ഉദ്ദേശിക്കുന്നത്? ന്യായപ്രമാണം പ്രവാചകൻ എന്ന് പറയുന്നത് ഇതൊരു പ്രയോഗമാണ്. ന്യായപ്രമാണവും പ്രവാചകൻ എന്ന് പറയുന്നത് ഒരു പ്രയോഗമാണ്. അതായത് പഴയ നിയമത്തിലെ ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള അവയ്ക്ക് ഒരുമിച്ച് പറയുന്ന ഒരു പദപ്രയോഗമാണ് ഇത് പറയുന്നത്. ന്യായപ്രമാണം എന്താ നമുക്കറിയാലോ അല്ലെ, മോശയിലൂടെ കർത്താവ് നൽകിയ. അപ്പം ന്യായപ്രമാണം പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പദപ്രയോഗമാണ്. ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഈ ഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ച് പറയുന്ന ഒരൊറ്റ പദപ്രയോഗമാണ് എന്ന് പറയുന്നത് ന്യായപ്രമാണവും. കർത്താവ് യേശു ക്രിസ്തു പറയാം, നിങ്ങൾക്കൊരു ചിന്തയുണ്ട്, ഞാൻ എന്ത് ചെയ്യാമെന്നുള്ളതാണ്, ഇതെല്ലാം നീക്കാനായിട്ട് വന്നതാണ് എന്ന് നിങ്ങൾക്ക് എന്തുണ്ട്. യേശു പറയുക, ഞാൻ യഥാർത്ഥത്തിൽ വന്നത് ന്യായപ്രമാണത്തെ നീക്കുവാൻ അല്ല, മറിച്ച് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ ഞാൻ എന്ത് ചെയ്തത്. ഇനി എന്റെ ഒരു ചോദ്യം, എങ്ങനെ യേശു നിവർത്തിച്ചത്? എങ്ങനെ യേശു നിവർത്തിച്ചത്? നമ്മൾ യേശു എങ്ങനെ നിവർത്തിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒന്ന് നമ്മൾ കാണുന്നത്, ന്യായപ്രമാണത്തിൽ കർത്താവിനെ പറ്റി പറഞ്ഞ് നിവർത്തിപ്പാൻ ആണ് ആര് വന്നത്? യേശു. അപ്പോൾ യേശു ക്രിസ്തുവിനെ പറ്റി ന്യായപ്രമാണത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും ഫുൾഫില്ല് ചെയ്തതാണ് ആരുടെ വരവ്? അപ്പോൾ അതിലൂടെ യേശു എന്ത് ചെയ്തു? മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെയാണ് ന്യായപ്രമാണത്തിൽ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അത് മുഴുവൻ നിവർത്തിച്ചു ഏതിലൂടെ? കർത്താവിന്റെ. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ ന്യായപ്രമാണങ്ങളും നിയമങ്ങളും കർത്താവ് മുഴുവൻ അനുസരിച്ച് എന്ത് ചെയ്തു? നിവർത്തിച്ചു. അനുസരിച്ച് എന്ത് ചെയ്തു? കർത്താവ് അനുസരിച്ചോ? അനുസരിച്ച് നിവർത്തിച്ചു. അപ്പൊ രണ്ട് രീതിയിൽ കർത്താവ് എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഒന്ന്, യേശു എന്താ ന്യായപ്രമാണത്തിൽ പറഞ്ഞ കർത്താവായ മശീഹയുടെ വരവിനെ കുറിച്ചും
ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നു? അത് യേശുവിന്റെ വരവിലൂടെ എന്ത് ചെയ്യുന്നു? നിവർത്തിച്ചു. രണ്ടാമത്തെ കാര്യം, യേശുവിന്റെ ആ പ്രമാണങ്ങളെല്ലാം എന്ത് ചെയ്തു? അനുസരിച്ച് എന്ത് ചെയ്തു? ഇതിലൂടെ കർത്താവ് പറയുക, ഞാൻ വന്നത് യഹൂദന്മാരെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇതില്ലാതാക്കാനൊന്നുമല്ല ഞാൻ എന്ത് ചെയ്യുന്നു വന്നത്, മറിച്ച് ഇതെന്ത് ചെയ്യാനാണ് വന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യേശുവിന്റെ ന്യായപ്രമാണം തമ്മിലുള്ള മനസ്സിലാവുന്ന വിശ്വസിക്കുക. എന്നിട്ട് 18-ാം വാക്യം നോക്കി. 18-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ നിയമത്തിന്റെ സ്ഥിരതയെ പറ്റിയാണ് പറയുന്നത്, അല്ലേ? 18-ാം വാക്യം പറയുന്നത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ, ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകലം നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും എന്ത് ചെയ്യത്തില്ല. എന്താ മനസ്സിലായത് നിങ്ങൾക്ക് അവിടെ? ന്യായപ്രമാണത്തിന്റെ സ്ഥിരതയെ പറ്റി കർത്താവ് എന്ത് ചെയ്യുക? പറയുക. വള്ളിയെങ്കിലോ ഉള്ളിയെങ്കിലോ ഒരു നാളും എന്ത് ചെയ്തില്ല. ഇവിടെ ചെറിയൊരു കാര്യം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ ന്യായപ്രമാണം ഇന്നും ഒരു മാനദണ്ഡമാണ്. ന്യായപ്രമാണം ഇന്നൊരു കേൾക്കണം, ശ്രദ്ധിച്ച് കേട്ടിട്ട് നമ്മളതിനെ ചെയ്യണം. ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് നാം ഇന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്റെ, ഞാനതാ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞത്, ന്യായപ്രമാണം നീതിയെ സൃഷ്ടിച്ചു, പക്ഷെ നീതിമാന്മാരെ എന്ത് ചെയ്തില്ല. നിങ്ങളെന്റെ കൂടെ വിശ്വസിക്കുക. ന്യായപ്രമാണം നീതിയെ സൃഷ്ടിച്ചു, പക്ഷെ നീതിമാന്മാരെ എന്ത് ചെയ്തില്ല. ഞാൻ അതാ പറഞ്ഞത്, ന്യായപ്രമാണം ഇന്നും എന്താ മാനദണ്ഡം, പക്ഷേ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഈ നാം വന്നിട്ടില്ല എന്നെന്ത് സൂചിപ്പിക്കുക? ന്യായപ്രമാണം. അപ്പൊ അങ്ങനെ പ്രതീക്ഷയിൽ നാം വന്നിട്ടില്ല എങ്കിൽ അടുത്ത നമുക്ക് നോക്കേണ്ടത് ഒറ്റ ഒരുവനിലേക്കുള്ളൂ. അത് ആരിലേക്കാണ്? ക്രിസ്തുവിലേക്കാണ്. നിങ്ങൾ മനസ്സിലായോ? മനസ്സിലായി വിശ്വസിക്കുക. ന്യായപ്രമാണത്തിന് പ്രതീക്ഷയിൽ നാം എന്ത് ചെയ്തിട്ടില്ല. ന്യായപ്രമാണം ഇന്ന് നമ്മെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നാം ആ ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് നമ്മെ ഒരുവനിലേക്ക് നടത്തുകയാണ്. ആരിലേക്കാ? മനസ്സിലായോ? ഇത് നമ്മെ നടത്തുന്നത് ഏതിലേക്കാണ്? അവൻ ന്യായപ്രമാണത്തിലൂടെ നാം എന്ത് ചെയ്തില്ല. രക്ഷ. അവൻ രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ, ഇത് നിവർത്തിച്ച് ഒരുവനിലേക്ക് നോക്കുക. ഇത് നിവർത്തിച്ച് ഒരുവനിലേക്ക് എന്ത് ചെയ്യുക? അവനിലൂടെ എന്ത് ചെയ്തുള്ളൂ. ഇതാരെ നിവർത്തിച്ചത്? അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ന്യായപ്രമാണത്തിൽ നമ്മൾ ആരല്ല നോക്കുന്നത്. കാരണം ന്യായപ്രമാണം നമ്മെ ഒരിക്കലും എന്താക്കത്തില്ല, നീതിമാന്മാരാക്കുന്നില്ല. പക്ഷെ നമ്മെ നീതിമാന്മാരാക്കുന്ന ഒറ്റ ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ. അതുകൊണ്ടാണ് നമ്മൾ വളരെ വ്യക്തമായി പറയുന്നത്, രക്ഷ ഒരുവനിലൂടെ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രമാണങ്ങളും നമ്മളെ ആരിലേക്ക്, നമ്മുടെ രക്ഷയിലേക്ക് എന്ത് ചെയ്തില്ല. ഒരാചാരങ്ങൾ നമ്മളെ ഇതിലേക്ക് എത്തിക്കുന്നില്ല. കാരണം ഈ ന്യായപ്രമാണങ്ങൾ ഒന്നും നമ്മെ നീതിമാന്മാരാക്കാതിരിക്കുമ്പോൾ നമ്മെ നീതീകരിച്ചത് ഒരാൾ മാത്രമാ, ഈ ന്യായപ്രമാണം മുഴുവനും നിവർത്തിച്ച കർത്താവായ യേശുവിലൂടെ. അതുകൊണ്ട് കർത്താവ് പറയുക 18-ാം വാക്യത്തിലൂടെ, ഈ ന്യായപ്രമാണത്തിന് ഇതെന്ത് ചെയ്തില്ല മാറ്റം. വള്ളിയെങ്കിലോ പുള്ളിയെങ്കിലോ ഒരു നാളും എന്ത് ചെയ്യില്ല. ഇത് പറഞ്ഞിട്ടാണ് കേട്ടോ. ആകെയാന്ന് പറയാൻ മനസ്സിലായത് ഏത് പറഞ്ഞിട്ടാ പറയുന്നത്? ആകെയാ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളെ ഒന്നടിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും, ആ വാക്കുകൾ ശ്രദ്ധിച്ചോ, അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ
സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്നതിയും അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ. സത്യമായി ഈ വാക്കുകളൊക്കെ വായിക്കാൻ ദൈവങ്ങൾ ഭയപ്പെടണം, പ്രസംഗിക്കുന്നവർ ഭയപ്പെടണം, പഠിപ്പിക്കുന്നവർ ഭയപ്പെടണം, ശിഷ്യന്മാർ ഭയപ്പെടണം. ആകയാൽ പശ്ചാത്തലമാക്കരുത്. ന്യായപ്രമാണം ഒന്നും ആരെ സൃഷ്ടിച്ചിട്ടില്ല. നമ്മൾ ആരിലേക്ക് നോക്കണം? ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച് ആരിലേക്ക് നോക്കണം? യേശുവിലേക്ക് എന്ത് ചെയ്യണം? ഞാൻ അതിനെ ഇല്ലാതാക്കാനല്ല വന്നത്, ഞാൻ എന്ത് ചെയ്യാനാ വന്നത്? നിവർത്തിപ്പാനാ വന്നത്. അതുകൊണ്ട് ആകയാൽ എന്ന് പറഞ്ഞിട്ട് പറയുക. എനിക്ക് ഞാൻ എന്റെ 19-ാമത്തെ വാക്യത്തിന്റെ ഒരു സമ്മറി എന്ന് ഞാൻ പറയാം. ഈ സമ്മറി ദൈവത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ന്യായപ്രമാണങ്ങളൊന്നും ഈ യഹൂദന്മാരെ നീതി ചെയ്യുവാനിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തിരിക്കുന്നില്ല, അല്ലെങ്കിൽ തിരിയുന്നില്ല. ഇങ്ങനെ ചെയ്യാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്യേണ്ടത്? ആരിലേക്ക് നോക്കേണ്ടത്? രക്ഷകരിലേക്ക് എന്ത് ചെയ്യണം? പക്ഷെ യഹൂദന്മാർ അത് ചെയ്തില്ല. മറിച്ച് അവർ ചെയ്ത പരിപാടി ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും ആരിലേക്ക് തിരിയാൻ പറഞ്ഞു. മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? ഈ ന്യായപ്രമാണങ്ങളൊന്നും അവർ എന്തിലേക്ക് എത്തിക്കുന്നില്ല. അവൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അവർ ആരിലേക്ക് നോക്കേണ്ടത്? ഒരു രക്ഷകളിലേക്ക് എന്ത് ചെയ്യണം? പക്ഷെ അവർ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, രക്ഷകളിലേക്ക്. മറിച്ച് പാരമ്പര്യങ്ങൾ കൊണ്ടുവന്നു, ആചാരങ്ങൾ കൊണ്ടുവന്നു. അടുത്തതായി അവരുടെ വ്യാഖ്യാനങ്ങൾ എന്ത് ചെയ്തു? ഇതെല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? അവർ ഈ നീതീകരണത്തിലേക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കുക? ഇതൊന്നും അല്ല ഇതിനെ എന്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇതിനകത്ത് വളരെ വ്യക്തമായി പറയാം, ഓരാചാരങ്ങളും ഒരുവനെ നീതീകരിക്കുന്നില്ല, ഓരോ കർമ്മമാർഗങ്ങളും ഒരുവനെ എന്ത് ചെയ്തില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അത് കർത്താവായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവോടെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഈ ആചാര നിയമങ്ങളെല്ലാം നിവർത്തിയായി, എല്ലാ ആചാര നിയമങ്ങളും എന്ത് ചെയ്തു. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ധാർമ്മികമായ നിയമങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് നിലവിൽ. നിങ്ങളെ കേട്ടോ, ആചാരങ്ങളെല്ലാം എന്ത് ചെയ്തു. കർത്താവായ യേശുക്രിസ്തു വന്നത് സകലം എന്ത് ചെയ്തു. ഇപ്പൊ ഒറ്റ ആളുകളുള്ളൂ, ആരെ നോക്കുന്നുണ്ടോ. പക്ഷെ ധാർമ്മിക നീതി ഇന്നും ഏത് എക്സാമ്പിൾ പറഞ്ഞ വ്യഭിചാരം ഇന്നും കർത്താവിനവരുടെ നിന്നോ? ഇല്ല. ഇന്നും ഇനി അപ്പനെ അമ്മയും ബഹുമാനിക്കുക, തീർന്നോ? ഇന്നും യാഗം കഴിക്കണ്ട, ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ട, ഇതെല്ലാം ആരുടെ? യേശുവിടെ. പക്ഷെ ധാർമ്മികമായ നീതി എന്തുണ്ട്? ഇത് രണ്ടും ബാലൻസ് ചെയ്യണം. ഇത് രണ്ടും എന്ത് ചെയ്യണം? അതിനർത്ഥം മനസ്സിലാകും. ഇവിടെ കർത്താവ് പറയുക, ആകയാൽ ഈ ഏറ്റവും ചെറിയ കാര്യത്തിന് ഒന്ന് അടിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ. അപ്പൊ ഈ ന്യായപ്രമാണമുള്ള വിശ്വാസം എന്താ? ഇതിനെ അടിക്കാൻ ആർക്ക് അവകാശമില്ല, ഇതിനെ വേറെ രീതി പഠിപ്പിക്കാൻ ആർക്ക് അവകാശമില്ല. നമുക്ക് അങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? സ്വർഗരാജ്യത്തിൽ ഏറ്റവും, ഞാൻ ആ വാക്യത്തിന്റെ ഒരു വ്യാഖ്യാനമല്ല, ഞാൻ എന്നാലും ഒരു മനസ്സിലാകുന്നത്, നമ്മുടെ ചില ആൾക്കാരുടെ പ്രത്യേകത, സ്വർഗത്തിൽ ചെറിയവനായാലും വലിയവനായാലും പറയുന്നത് സ്വർഗത്തിൽ അങ്ങ് എത്തിയല്ലോ. നമ്മുടെ കുറെ ആൾക്കാർ അങ്ങനെ എങ്ങനായാലും അവിടെ ചെന്ന് 10-2 കിരീടം കുറഞ്ഞാലും എന്നാ ഇവിടെ അങ്ങ് പോകുന്നുണ്ടല്ലോ, അങ്ങ് എത്തിയല്ലോ എന്ന് നമ്മുടെ ചില പറയുന്നില്ല. ഞാൻ സിമിലർ എക്സാമ്പിൾ പറയാം. നിങ്ങൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് ഒരു കല്യാണത്തിന് പോകാൻ ഇറങ്ങി പോയി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒരു കാര്യം കണ്ടത്. നിങ്ങളുടെ ഷർട്ടയിലോ അല്ലെ നിങ്ങളുടെ സാരിയിലോ വലിയ കറ ഇരിക്കുന്നുണ്ട്.
അന്നേരം മുതലുള്ള നിങ്ങളുടെ തത്രപ്പാട് എന്താ? അന്നേരം വരെ നമ്മുടെ തത്രപ്പാട് ഇതെങ്ങനെങ്കിലും അയ്യോ എന്തൊക്കെ നമുക്ക് ചെയ്യാമോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഒറ്റ കാര്യത്തിനുള്ളൂ, ഈ സ്റ്റേജ് എങ്ങനെയെങ്കിലും ഇത് മറ്റാരും കണ്ടാൽ തന്നെ എന്തിനും ഈ അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെങ്കിലും അങ്ങോട്ട് ചെല്ലുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നത് മാത്രമല്ല കാര്യം. ഇത് ദൈവമക്കൾ അകത്തുനിന്നെയാണ് ഈ ഒരു ചിന്ത അകത്തില്ല. ചെല്ലുന്നതല്ല കാര്യം, ചെല്ലുന്ന മാത്രമല്ല കാര്യം. നമ്മുടെ കഥകൾ പറയുക, അവയെ ആചരിക്കുകയും സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനെന്ന് അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ എന്ത് ചെയ്യും? ഞാനിവിടെ പറഞ്ഞു വല്ല വിധേനയും എന്ന് പൗലോസ് പറയുന്ന ആ വാചകത്തെ പോലും നമ്മൾ എന്ത് ചെയ്യുക? പൗലോസ് പോലും പറയുന്ന വല്ല വിധേന എന്നാ പശ്ചാത്തലം പോലും മനസ്സിലാക്കാൻ, ഇതിന്റെ അർത്ഥം പോലും മനസ്സിലാക്കാൻ എന്ന് പറയുന്നത് പൗലോസ് പോലും വല്ല വിധേന. പിന്നെ ഞങ്ങളുടെ കാര്യം എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പോകാനാണെങ്കിൽ ഈ മാർഗത്തിൽ നിന്ന് വരേണ്ട ആവശ്യം. ഇതിനകത്ത് നമ്മൾ ഇറങ്ങിയത് പറയുന്ന ഒറ്റ ഉദ്ദേശം കർത്താവിന്റെ വാഴ. കർത്താവ് അതിനുവേണ്ടിയാ സകല ന്യായപ്രമാണം നിവർത്തിച്ചത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചത്. ദൈവമക്കളെ, അതുകൊണ്ട് ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വിശ്വാസിയുടെ ന്യായപ്രമാണത്തിന്റെ ബന്ധം അതിനെ അഴിപ്പാൻ, അതിനെ ഇല്ലാതെ പഠിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെ ആ വാക്യം നമുക്ക് അടുത്തായി ചിന്തിക്കാം. ഭാഗം ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവ് പറയുക, ഞാൻ ന്യായപ്രമാണം എന്ത് ചെയ്യാനല്ല വന്നത്? എന്ത് ചെയ്യാനല്ല വന്നത്? നീക്കാനല്ല, മറിച്ച് എന്തിനാണ്? നിവർത്തിക്കാൻ വന്ന യേശു ന്യായപ്രമാണം നിവർത്തിച്ചു. ന്യായപ്രമാണത്തിന്റെ സകലം എന്ത് ചെയ്തു? അങ്ങനെ നിവർത്തിച്ചപ്പോൾ വിശ്വാസിയുടെ ബന്ധമല്ല, അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ മാറ്റാനോ അതിനെ അഴിക്കാനോ എന്ത് ചെയ്യത്തില്ല. ഇത് പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ നീതി ശാസ്ത്രന്മാരുടെ പരീക്ഷന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ എവിടെ കാണത്തില്ല. അവരെന്താ ചെയ്യാൻ ശ്രമിച്ചത്? അവർ രക്ഷകളിലേക്ക് തിരിയുന്നതിന് പകരം ന്യായപ്രമാണത്തിലൂടെയും ആചാരങ്ങളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെ അവർ ആരെ ചെയ്യാൻ തുടങ്ങി? 21 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ ആത്മീകർ എന്ന് പറയുന്നവർ ആചരിച്ചു വന്ന നിയമങ്ങളോടെ പറയുന്നു. 6 കാര്യങ്ങൾ പറയുന്നു. 6 കാര്യങ്ങൾ 6 നിയമങ്ങളെ യേശു പുറത്ത് എന്ത് ചെയ്യുക? കൊണ്ടുവരിക. 6 നിയമങ്ങളെ യേശു പുറത്ത് കൊണ്ടുവന്ന് ഒന്നൊന്നായിട്ട് യേശു അവിടെ എന്ത് ചെയ്യുക? എടുക്കുക. പക്ഷെ ഒന്നൊന്നായിട്ട് യേശു എടുക്കുന്നതിന് മുൻപ് 20-ാം വാക്യത്തിൽ പറയുക, നിങ്ങളുടെ നീതി എന്ത് ചെയ്യണം? ശാസ്ത്രന്മാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല. നിങ്ങൾ എവിടെ കിടക്കിയില്ല? വാക്ക് മറന്നു പോകരുത്. എവിടെ കിടക്കിയില്ല? സ്വർഗരാജ്യത്തിൽ. വാക്യം നമുക്ക് അടുത്തായി ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ വാക്യം പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ വിപ്ലവകരമായ വാക്യമായിരുന്നു, പദമായിരുന്നു. വിപ്ലവകരമായ പദം, റവല്യൂഷണറായ ഒരു വേർഡായിരുന്നു ആ പദം. വേർഡ് ഓഫ് റവല്യൂഷൻ. ഇത് കാണുന്നത് അവിടെ പറഞ്ഞ 2 കൂട്ടർക്ക് എനിക്ക് ആരെങ്കിലും ശാസ്ത്രന്മാരും എന്താ അറിയാം?
ഇവരുടെ നീതി നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവങ്ങൾ ഇന്ന് നമ്മൾ പ്രധാനമായി ചിന്തിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നാം ആരെ ലോകത്തിന്റെ ഭൂമിയുടെ എന്താകുന്നു? അപ്പോൾ ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്, ഒരു ശിക്ഷനെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം? സമൂഹത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? എങ്ങനെ സ്വാധീനിക്കണം? ജീവിതം കൊണ്ട്, സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യണം? സ്വഭാവം കൊണ്ട് എന്ത് ചെയ്യണം? രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നത്, ഒരു ശിക്ഷന്റെ ആന്തരികമായ നീതിയാണ്. എങ്ങനെയാണ് നീതി ആകുന്നത്? ഈ കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചത്. ദൈവാനുഗ്രഹം അടുത്ത ക്ലാസ്സിൽ നമ്മൾ 20-ാം വാക്യത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കും. 20-ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ, അതിന്റെ വിവരണമാണ് 21 മുതൽ 48 വരെ. ഒറ്റ വാക്യത്തിന്റെ വിവരണമാണ് 21 മുതൽ 48 വരെ വാക്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചെടുക്കാം. കർത്താവേ, വിശുദ്ധിയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവത്തിലൂടെ കടന്നു പോകുക. ദൈവം നമ്മളെ ഇടയാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഒരു നിമിഷം ദിവസം പ്രാർത്ഥിച്ചാൽ സ്തോത്രം 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 സ്തോത്രം.